എൻ്റെ ഗുരുവായൂരപ്പ, കൊച്ചു പുതിയൊരു ടാസ്ക് തന്നിട്ടുണ്ട്. കേലേശ്വര അമ്പലത്തിലെ വിളക്ക് കാണാൻ കൊണ്ടുപോകണമെന്ന്. എന്താ അമ്മ, വീൽ ചെയറൊക്കെ ഇല്ലേ, എന്നെ വിളക്ക് കാണിക്കാൻ കൊണ്ടുപോകൂടെയെന്ന്. കുട്ടിയുടെ ആഗ്രഹമല്ലേ, നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ അതേ വിളക്കൊക്കെ വയ്ക്കലൊക്കെ കഴിഞ്ഞു. ആളൊക്കെ ജോലിക്ക് പോയിട്ടാ. അപ്പോൾ മുറ്റടിക്കാൻ പോയപ്പോൾ കുറച്ച് നമ്മുടെ വേപ്പുമ്പോൾ തന്നെ വേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു. അപ്പോഴാണ് എന്തുണ്ടാക്കുമെന്ന് വെച്ചപ്പോൾ ഇന്നലെ ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നു. അതെൻ്റെ എന്നത്തെ ഒരു പതിവാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് എനിക്ക് അമ്മ കൊടുത്തു വിട്ടൊരു സാധനം ഇരിക്കുന്നുണ്ടല്ലോ എന്ന്. അച്ഛൻ ഇന്നാൾ വന്നപ്പം അമ്മ പൊടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മുളപ്പിച്ച് പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നല്ലൊരു സാധനം ഇരുന്നിട്ട് പിന്നെന്തിപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ. കുറുക്ക് കൊച്ചിനൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട്. അപ്പോൾ ദോശയാക്കാം. അടയ്ക്കൊക്കെ രാവിലെ തന്നെ അടയൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ തേങ്ങ ചെരുകണം, പിന്നെ ശർക്കര. അപ്പോൾ അതൊക്കെ ഇരട്ടിപ്പണിയാണ്. ചെറിയ വല്ല കാര്യമാക്കാമെന്ന് വിചാരിച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ അറ്റംപ്റ്റാണ് കേട്ടോ. ഗോതമ്പ് ദോശ, മൈദ ദോശ, അരി ദോശയൊക്കെ ഉണ്ടാക്കുമെങ്കിലും പുല്ല് വെച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അമ്മേനെ ഫസ്റ്റ് വിളിച്ചു, എന്താണ് ഇതിലിടേണ്ടത്, ഇത് മാത്രം കലക്കിയ ദോശയാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, ഇത്തിരി റവ ഉണ്ടെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇടാം. ചെറുപയറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായി ഇടുന്നതെന്ന്. ചെറുപയർ ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, നേരത്തെ വെള്ളത്തിലിടണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് ഗോതമ്പ് പൊടി കാണണം. അപ്പം എന്നാൽ ഗോതമ്പ് പൊടി കട്ടിയിൽ കലക്കിക്കോളൂ എന്നും പറഞ്ഞു. ശരി, ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. ദോശ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴല്ലേ, ഇതിപ്പോൾ ആദ്യത്തെ അല്ലേ, ആദ്യമായിട്ട് പുല്ലിട്ട ദോശ ഉണ്ടാക്കുമ്പോൾ ആർക്കും ഇങ്ങനെയൊക്കെ പറ്റാമല്ലേ. അത് നിങ്ങൾ നോക്കണ്ട, ആദ്യമായി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഫ്ലോപ്പാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ തന്നെ ഇങ്ങനെയായ ഒരു വിഷമം മനസ്സിൽ വന്നു. ചൊറി പിടിച്ച പോലത്തെ ഒരു ദോശ. അങ്ങനെയൊന്നും ഞാൻ വിടില്ല. ഈ ആദ്യത്തെ ദോശ ഇങ്ങനെ ആയാലും വേണ്ടിയില്ല, രണ്ടാമത്തേനെ ഞാൻ ശരിയാക്കി പിടിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടകം എടുത്തിട്ടില്ല. അപ്പോൾ അതെടുത്ത് ഇതിനൊന്ന് ഇളക്കി പരിവാക്കണ്ടേ. അങ്ങനെ ചട്ടകം കൊണ്ട് പതുക്കെ ഒക്കെ ഒന്ന് ആക്കി നോക്കി, റെഡി ആവണമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി ഇതെന്തായാലും പോക്കായി, അടുത്തതിനെ ശരിയാക്കാമെന്ന്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി ഒന്ന് വേവോ മറിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനതിനെ കോരി മാറ്റി അടുത്തതിനെ റെഡിയാക്കാമെന്ന് കരുതി. എന്താല്ലേ ദോശയുടെ അവസ്ഥ, എന്തൊരു ഔഷധമുള്ള സാധനമാണ്.